ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ അടുക്കളയിൽ ചെറിയ ഉള്ളി അതുപോലെ സവാള ഒക്കെ മുളച്ച് കഴിഞ്ഞാൽ നമ്മൾ കളയണ്ട. അത് ഇങ്ങനെ നട്ടു കൊടുത്താൽ നല്ല പോലെ ഇങ്ങനെ കിളിർത്ത് നല്ല ഉള്ളിത്തണ്ട് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ നമുക്കത് കുറേ കാലം വെച്ചിരുന്നാൽ ചിലപ്പോൾ അതിൽ നല്ല ചെറിയ ഉള്ളി ഉണ്ടാവുകയും ചെയ്യാം. അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ അറിയില്ല. പക്ഷെ നല്ല ഞാനിങ്ങനെ 3-4 ഇങ്ങനെ ചട്ടിയിൽ വെച്ച് കൊടുത്തപ്പോൾ നല്ല രീതിയിൽ അത് വളർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അറിയാം, ഉള്ളിത്തണ്ട് കൊണ്ട് നമുക്ക് നല്ല തോരനൊക്കെ വെക്കാം. ഈ പച്ചമുളക്, ഇഞ്ചി ഇതൊക്കെ ചതച്ചിട്ട് തേങ്ങ ചിരവിയൊക്കെ ഇട്ട് നല്ല ഉള്ളിത്തണ്ട് തോരൻ ഉണ്ടാക്കാം. അതുപോലെ സവാളയും കൂടി ഇങ്ങനെ നട്ടു കൊടുക്കാം നമുക്ക്. അതും കൂടി ഇങ്ങനെ ഇതുപോലെ മുളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചട്ടിയിൽ തന്നെ ഒരു വെള്ളരിക്കയും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതേപോലെ ചെറിയ ഉള്ളി മുളച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ അങ്ങ് നന്നായി ചാണകപ്പൊടി, മണ്ണ്, അതുപോലെ നല്ല വളക്കൂറുള്ള മണ്ണൊക്കെ എടുത്ത് ഇതുപോലെ നട്ടു നോക്കും കേട്ടോ. അപ്പോൾ ഞാൻ മുമ്പേ നട്ട ഒരു ചെറിയ ഉള്ളിയിലേത് പറിക്കാറായിട്ടുണ്ടെന്ന് തോന്നുന്നു, അറിയില്ല. കുറേശ്ശെ മുകളിലേക്ക് ഇങ്ങനെ വന്ന് കാണുന്നുണ്ട്, അത് ചെറിയ ഉള്ളിയായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സവാളയും കൂടി ഞാൻ നട്ടിട്ടുണ്ട്. അത് ഇങ്ങനെ മുളച്ച സവാള തന്നെ, അതും കൂടി ഇവിടെ അപ്പോൾ സ്വാദിഷ്ടമായ ഒരു വിഭവമാണ് നമ്മുടെ ഉള്ളിത്തണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ